ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു 12 വോൾട്ടിൻ്റെ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്കാണ്. 10,400 mAh. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 12.6 പകരം ബിലോ 11 വോൾട്ടാണ് ഇപ്പം കാണിക്കുന്നത്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ ബാറ്ററിയുടെ ചാർജർ ഇപ്പം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ 12.67 വോൾട്ടേജ് മൾട്ടിമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാനത് ചാർജർ പതുക്കെ ഇളക്കം വന്ന് നോക്കിയോ 10.82 പോയി. അതായത് ഫുൾ ചാർജ് കാണിച്ചിട്ട് ഇപ്പം അത് 10.82 പോയി. അപ്പം ഒന്നുകിൽ BMS പോയി, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ സെല്ല് പോയി. നമുക്ക് ഏതായാലും ഇതിനെ ഒന്ന് പൊളിച്ച് നോക്കാം. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൊള്ളാം, നല്ല ബാറ്ററിയാണ്, ഞാനൊരു കുറ്റവും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാക്കിംഗ് ഉണ്ടല്ലോ, ഡബിൾ ഹീറ്റ് സ്ട്രിങ് ട്യൂബൊക്കെ വെച്ച് ട്രാൻസ്ഫോമർ ഇൻസുലേഷൻ ഡബിൾ ലെയറൊക്കെ വെച്ചിട്ടുള്ള പാക്കിംഗ് ആണ്. കൊള്ളാം, നല്ല പാക്കിംഗ് ആണ്. ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. ഏതായാലും എല്ലാം 1 by 1 ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ BMS. മൊത്തം 12 ബാറ്ററി ഉണ്ട്. 4 ബാറ്ററി വീതമുള്ള 3 ഇതാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് 10 ആംപിയറിൻ്റെ BMS ആണ് യൂസ് ചെയ്തേക്കുന്നത്. മാക്സിമം 10 ആംപിയർ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഞാനിനി ബാറ്ററിയുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം, എത്ര ആംപിയറിൻ്റെ ബാറ്ററിയാണ് കണക്ട് ചെയ്തേക്കണമെന്ന്. ആകെ ഒരൊറ്റ കുഴപ്പം മാത്രം ഞാനത് ഫീൽ ചെയ്തോളൂ. ഇത് 2500 mAh ബാറ്ററിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 10 ആംപിയർ, 4 ബാറ്ററീസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 10 ആംപിയർ. പക്ഷേ ഇവിടെ 10,400 mAh എന്നാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് എൻ്റെ ബാറ്ററിയുടെ വയറിംഗ് ഡയഗ്രാം. ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. 4 ബാറ്ററി പാരലായിട്ട് കൊടുത്ത് അങ്ങനത്തെ 3 എണ്ണം, എന്നിട്ട് 3S BMSലോട്ട് കണക്ട് ചെയ്തു. നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ടോപ്പ് ലെയറിൽ 3.4 വോൾട്ടേജ് ഉണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ലെയർ നമുക്കിനി നോക്കാം. സെൻറ്റർ ലെയറിൽ എത്രയുണ്ട്? 3.4 വോൾട്ടേജ് ഉണ്ട്. ഇനി ഏറ്റവും താഴത്തെ ലെയറിൽ 4.2 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട താഴത്തെ ലെയറിൽ 4 ബാറ്ററിയും പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് 4.2 വോൾട്ട് കാണിച്ചത്. ഇല്ലെങ്കിൽ ചെറിയൊരു വോൾട്ടേജ് വേരിയേഷൻ കാണിച്ചതിന്. കാരണം ആ ഒരു ലെയറിലോട്ട് കൊടുത്ത BMS പെർഫെക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ആ ബാറ്ററി ഫുള്ളി ചാർജർ. പിന്നെ ഉള്ളത് ഈ രണ്ട് ലെയറിൽ ഒന്നോ അതിലധികമോ ബാറ്ററി ഫോൾട്ടി ആവാം, ഇല്ലെങ്കിൽ BMS അതിനകത്തോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് കുറവാവാം. അങ്ങനെയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. നമുക്കത് ഇനി പിൻ പോയിന്റ് ചെയ്തെടുക്കണം ഏതാണ് ഇഷ്യൂ എന്ന്. അതിനുവേണ്ടി ഞാൻ BMSനെയൊക്കെ ഒന്ന് ഡീസോൾഡർ ചെയ്ത് പുറത്തെടുക്കാം. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററീസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യും. അതായത് 12 ബാറ്ററിയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ ചാർജ് ചെയ്യും. ഓരോ ബാറ്ററി സെല്ലിനെ എടുത്ത് ചാർജ് ചെയ്തിട്ട് ഫുള്ളി ചാർജ് ആയിട്ടതിന് ശേഷം നമ്മളൊരു ഹെവി ലോഡിലോട്ട് പിടിച്ചു കൊടുക്കും. ഹെവി ലോഡിൻ്റെ ഒരു മോട്ടോറോ ബൾബോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഹെവി ലോഡ് പിടിച്ച് കുറച്ച് നേരം 1 മിനിറ്റോ 30 സെക്കൻഡോ ഒന്നും കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കും. അപ്പോൾ അപ്പോഴും 4.2 വോൾട്ട് അല്ലെങ്കിൽ ഒരു 4 വോൾട്ട് അല്ലെങ്കിൽ 3.7 വോൾട്ടേജ് കാണിച്ചാൽ ആ സെല്ല് നല്ലതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ആ സെല്ല് മാറ്റി തന്നെ തീരണം. നമ്മൾ ബാറ്ററിയൊക്കെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പേ BMSും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. BMS ചെക്ക് ചെയ്യാൻ വേണ്ടി BMSലോട്ട് പവർ കൊടുത്തിട്ട് അതിൻ്റെ ബാറ്ററി ടെർമിനൽസിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 4.2 വോൾട്ട് മിനിമം കാണിക്കണം ഓരോ ടെർമിനലിലും. ചിലതിൽ അത് 4.3 4.4 വരെ പോകും, അതിൻ്റെ അപ്പുറത്തോട്ട് പോവില്ല. പക്ഷേ 4.2 ആണ് നോർമലി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം B2 to B3 എന്ന ഇതിനകത്ത് ജസ്റ്റ് 4.0 വോൾട്ടേജ് ഉള്ളൂ. അത് കറക്റ്റ് അല്ല, 4.2 വോൾട്ട് തന്നെയാണ്. മിക്കവാറും BMS ആയിരിക്കണം പോയിട്ടുണ്ടാവുക. പക്ഷേ നമുക്ക് ബാറ്ററി കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. മൊത്തം ബാറ്ററി ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഒരല്പം പാടുപെട്ട് ഇളക്കിയെടുത്ത്, കാരണം 12 ബാറ്ററിയും വളരെ കഷ്ടപ്പെട്ടാണ് ഇളക്കിയെടുത്തത്. ഞാൻ 2 ബാറ്ററി ഈ ചാർജർ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം എൻ്റെ ഒരു സിംഗിൾ സെൽ ഇതുണ്ട്, അപ്പോൾ ചാർജറുണ്ട്, അപ്പോൾ അത് ഉപയോഗിച്ച് ചാർജ് ചെയ്യും. പിന്നെ ബാക്കിയുള്ള 5 എണ്ണം ഞാനൊരു TP4056 എന്ന് പറയുന്ന ഒരു ചാർജിങ് മോഡ്യൂൾ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചാർജിങ് മോഡ്യൂൾ അടിച്ചുപോയി. അതുകൊണ്ടാണ് അതിനെ ഇളക്കി മാറ്റിയിട്ട് ബാക്കി 4 എണ്ണം ചാർജ് ചെയ്ത് മറ്റേതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് നമ്മൾ ചാർജ് ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ 4.2 നോക്കണ്ട, 4.1 മുകളിലായിരിക്കണം. അതാണ് ടെക്നിക്കലി കറക്റ്റ്. 4.2 ആണെങ്കിൽ ഏറ്റവും നല്ലത്. 4.1 മുകളിലാണ് അത് മതിയാവും. നമ്മളെ ബാറ്ററീസ് എല്ലാം ഇപ്പോൾ ഫുള്ളി ചാർജാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ലോഡ് ടെസ്റ്റിംഗ് നടത്തണം. ലോഡ് ടെസ്റ്റിംഗ് നടത്താൻ വേണ്ടി ഞാൻ 3 ബാറ്ററീസ് സീരിയലായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ 12 വോൾട്ട് നമുക്കുണ്ട്. അതായത് 2.5 ആംപിയർ 12 വോൾട്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഈ ഒരു മോട്ടോറിൽ 1 മിനിറ്റ് നേരത്തേക്ക് കറക്കും. അപ്പം ഈ മോട്ടോർ ഏകദേശം 1.8 ആംപിയർ വലിക്കുന്ന ഒരു മോട്ടറാണ്. അപ്പം 1 മിനിറ്റ് ഇത് കറങ്ങിയതിന് ശേഷം ഞാൻ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പം ഓരോ സെല്ലിലും 4 വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവണം. ഒരിക്കലും 4 വോൾട്ടേജ് കുറയാൻ പാടില്ല. 4 വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ സെല്ല് നല്ലതാണെന്ന് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഓരോ സെല്ലും ചെക്ക് ചെയ്തിട്ട് 4 വോൾട്ടേജ് കുറവായിട്ടുള്ള സെല്ലാണെങ്കിൽ അത് ഡാമേജ്ഡ് ആണ്. എന്നിട്ട് ഞാനിത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വരാം.
ഈ ഒരു പരിപാടി ഒരല്പം ബോറിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇടുന്നില്ല, പെട്ടെന്ന് ചെയ്തിട്ട് വരാം. ലോഡ് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പം ഒരു കാര്യം മനസ്സിലായി, ഈ എല്ലാ ബാറ്ററീസും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്, ഒരു പ്രശ്നവും ഇല്ല. അപ്പം BMS ആണ് വില്ലൻ. പക്ഷേ എൻ്റെ കയ്യിൽ 10 ആംപിയറിൻ്റെ BMS ഇല്ല, 20 ആംപിയറിൻ്റെ BMS ഉണ്ട്. നമുക്ക് 20 ആംപിയറിൻ്റെ BMS യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. 20 ആംപിയറിൻ്റെ BMS യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല, പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഉള്ളത്, അപ്പം ഇതാണ് ഒരു ബാറ്ററി പാക്കിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ. എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 40 AHൻ്റെ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം, ഇതേപോലത്തെ 2000 മില്ലി ആംപിയറിൻ്റെ 20 ബാറ്ററീസ് പാരലൽ ചെയ്ത് കണക്ട് ചെയ്യണം ഒരു ഇതിനകത്ത്. എന്നിട്ട് അതേപോലത്തെ 3 എണ്ണം സീരിയലായിട്ട് യൂസ് ചെയ്യണം. അപ്പം 20 സെല്ലാണ് ഒരു സൈഡിൽ വരുന്നത്. അങ്ങനെ 3 എണ്ണം മൊത്തം 20 × 3 60 സെല്ല് വേണ്ടി വരും. ഒരു 40 ആംപിയറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സെല്ല് പോയതാണെങ്കിൽ വോൾട്ടേജ് കുറവ് ഫീൽ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 20 സെല്ലും ഡിസ്മാൻഡിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഞാനിപ്പോൾ കാണിച്ചില്ല, ആ ഒരു വഴി മാത്രമേ എനിക്കറിയാവൂ. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ, അതായത് ബാറ്ററി പാക്കിലെ ഏത് ബാറ്ററിയാണ് ഫോൾട്ടി ആണെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. എല്ലാവർക്കും അതൊരു ഉപയോഗപ്രദമായിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയാവുന്ന എൻ്റെ അറിവിൻ്റെ ഇത് വെച്ച് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് ചാർജ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് മാത്രമാണ്. അതൊന്ന് ടൈം കൺസ്യൂമിങ് ഒന്നാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ചാർജിങ് സ്റ്റേഷനൊക്കെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു 5 എണ്ണം വെക്കുന്നത്. 5 എണ്ണം വെച്ചാൽ പോരാ, ഒരു 10-20 എണ്ണം ഒക്കെ ഉള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു വലിയൊരു ബാറ്ററി പാക്കൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബാറ്ററിയിലോട്ട് ഡയറക്റ്റായിട്ട് സോൾഡർ ചെയ്യുന്നതിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ വരെ വഴിയൊന്നുമില്ല, കാരണം എൻ്റെ സ്പോട്ട് വെൽഡിംഗ് ഒന്നുമില്ല. പിന്നെ സ്പോട്ട് വെൽഡിംഗ് ആയാലും ചൂടാവും, കാരണം എന്ന് വെച്ചാൽ ഉരുകിയാണല്ലോ മെറ്റൽ പിടിക്കുന്നത്. അപ്പം എന്തുവന്നാലും അതും ചൂടാവും. പക്ഷേ ഇതും രണ്ടും ചൂടാവും. പക്ഷേ സോൾഡറിങ് ആയാലും ഇത്തിരി കൂടുതൽ ചൂടാവും, കാരണം വെച്ചാൽ ലെഡ് ഉരുകി മെറ്റൽ ചൂടാക്കിയൊക്കെ വെക്കേണ്ടത്. അതുകൊണ്ട് എൻ്റെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കട്ടിയുള്ള വയറൊക്കെയാണ് ഇതിനകത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നേരം സോൾഡറിങ് അയൺ വെക്കേണ്ടി വരും, കാരണം ആ കട്ടിയുള്ള ലെഡ് ഇത്. അതിന് പകരം ഒരു ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബെൽറ്റ് വയറില്ലേ, ചെറിയ ബെൽറ്റ് വയർ, റിബൺ വയർ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാൻഡ്, ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ആയിരിക്കും, അത് മതിയാവും. കാരണം ഒരു ബാറ്ററി 2 ആംപിയർ അല്ലേ മാക്സിമം സപ്ലൈ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് അപ്പം ആ ബെൽറ്റ് വയർ സോൾഡർ ചെയ്യാൻ വളരെ പെട്ടെന്ന് പറ്റും. കാരണം വെച്ചാൽ വളരെ തിന്നായതുകൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ഒരുപാട് നേരം സോൾഡറിങ് അയണൊന്നും പിടിച്ച് ബാറ്ററിയില്ല ടെർമിനലിൽ വെക്കേണ്ട, പെട്ടെന്ന് തന്നെ ഇതാവും. കട്ടിയുള്ള വയറാണെങ്കിൽ ഒരുപാട് നേരം വെക്കണം, അത് ഉരുകി പിടിക്കണ്ടേ. അപ്പം ബെൽറ്റ് വയർ കണക്ട് ചെയ്തിട്ട് ഓരോ സെല്ലിൽ നിന്നും ബെൽറ്റ് വയർ ആയിരിക്കും കണക്ട് ചെയ്യണത്. എന്നിട്ട് അത് പിടിച്ച് ഒരു കട്ടിയുള്ള വയറെല്ലാം പിടിച്ച് കണക്ട് ചെയ്യും. അപ്പം ബാറ്ററി ഒരുപാട് നേരം ചൂടാവുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. കാരണം ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പൈപ്പ് ലൈനിലുണ്ട് ഒരു 60 ആംപിയറിൻ്റെ ഒരു ലിഥിയം അയോൺ ബാറ്ററി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സോൾഡറിങ്ങും അല്ല ചെയ്യുന്നത്, ഞാനത് മറ്റേ ഹോൾഡർ യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. ഹോൾഡർ എന്ന് വെച്ചാൽ ബാറ്ററി ഹോൾഡർ ഇല്ലേ, സിംഗിൾ ബാറ്ററി ഹോൾഡർ, ലിഥിയം അയോണിൻ്റെ, അത് 18650യുടെ സിംഗിൾ ബാറ്ററി ഹോൾഡർ യൂസ് ചെയ്ത് ഒരു 90 ബാറ്ററി കണക്ട് ചെയ്തിട്ട് ഒരു 60 ആംപിയറിൻ്റെ ഒരു ലിഥിയം അയോൺ ബാറ്ററി പാക്ക്. അപ്പോൾ ഒരല്പം സൈസ് വലുതായിരിക്കും, ഒരല്പം വെയിറ്റും കൂടുതലായിരിക്കും, കാരണം മറ്റേ ബാറ്ററി ഹോൾഡറിൻ്റെ വെയിറ്റ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് അതിനകത്ത്. ഏതെങ്കിലും സെല്ല് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഊരിയെടുത്ത് നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ, സോൾഡർ ചെയ്ത് മറ്റേത് തന്നെ സ്പോട്ട് വെൽഡിങ് ചെയ്ത സാധനം തന്നെ പൊളിച്ചെടുക്കാൻ പെട്ട പാട്. മറ്റേ പ്ലെയറൊക്കെ ഇട്ട് പിടിച്ചാണ് അതിനെ വലിച്ച് പൊളിച്ചെടുത്തത്. ഭയങ്കര പാടായിരുന്നു. കൈ ഒരു തവണ ജസ്റ്റ് ഒന്ന് ഒരഞ്ഞു, ഭാഗ്യം കൊണ്ട് മുറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു ഇതാണ് സ്പോട്ട് വെൽഡിങ് ചെയ്താലുള്ള ഇത്. മറ്റേ ഹോൾഡറിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഇളക്കുക, വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരിതാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ നമ്മൾ അപ്പോഴത്തെ ഇതല്ല നോക്കുന്നത്, ഈസി ആയിട്ട്. അപ്പോൾ അതായത് ആ ഉണ്ടാക്കുന്ന സമയത്തുള്ള എളുപ്പമല്ല നമ്മൾ നോക്കുന്നത്. അതിന് പകരം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ എത്ര മാത്രം ഈസിയിൽ നമുക്കതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് മെയിൻ്റനൻസ് എത്രമാത്രം ഈസിയാണ്. അപ്പോൾ ആ രീതിയിലേ ഞാനത് ഉണ്ടാക്കുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആ ഒരു രീതിയിലായിരിക്കും ഞാനത് ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടാം, ഉടൻ തന്നെ ഉണ്ടാക്കാം. കാരണം അത് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എനിക്ക്. കാരണം എൻ്റെ UPSലെല്ലാം അത് ഇതാണ്, ഞാൻ ലെഡ് ആസിഡ് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്, മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള അതെ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് എൻ്റെ UPSൽ ഇതേപോലത്തെ ഒരു 60 ആംപിയറിൻ്റെ ബാറ്ററി കണക്ട് ഇപ്പം യൂസ് ചെയ്തേക്കുന്നത് 24 AHൻ്റെ ബാറ്ററി. അത് മാറ്റിയിട്ട് ഒരു 60 ആംപിയറിൻ്റെ ഒരു ബാറ്ററി കണക്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററീസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി
ഉണ്ടാക്കുന്ന ഒരു പാട് മാത്രമാണ്. കാരണം അത് വളരെ ശ്രദ്ധിച്ചുണ്ടാക്കിയില്ലെങ്കിൽ ടൈം ഒരുപാട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടൈം ഒരുപാട് കയറും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം അതിനെപ്പറ്റി ജസ്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ഞാനത് ഇടാമേ. എനിക്കറിയാം ഈ വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക്. പക്ഷേ ഇത് ചെയ്തവർക്ക് ഒരു ഉപയോഗമൊന്നുമില്ല, അവർക്കിത് കാണേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. പക്ഷേ ഇതുവരെ ബാറ്ററി പാക്കൊന്നും ചെയ്തിട്ടില്ലാത്തവർക്ക് ഇതൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആണ്. മാത്രമല്ല എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മടിക്കല്ലേ. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടെ ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്താൽ മതി കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റീസൺ കൊണ്ടാണ് ഇഷ്ടമാവാത്തതെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.